ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചിക്കൻ പീസസ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ചിക്കൻ ബോൺലെസ് സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ പീസസും എടുക്കാം. ഇങ്ങനെ ബോൺലെസ് സ്ട്രിപ്സ് ആയിട്ട് ചിക്കൻ കട്ട് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചിക്കൻ കുക്കാവുകയും ചെയ്യും, നല്ലപോലെ മസാല പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ 2.5 ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ നീളത്തിന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ആഡ് ചെയ്യണം. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് റസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ, 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തതിനു ശേഷം 1 കപ്പ് പാലും കൂടെ വെച്ച് സെമി തിക്ക് ബാറ്ററായിട്ട് നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന അതേ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ മാവ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കും. ഇനി നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻ്റായ മാവിൽ ഡിപ്പ് ചെയ്ത് പിന്നെ ഈ ലൂസായിട്ടുള്ള ബാറ്ററിൽ ഇട്ടിട്ട് വീണ്ടും മാവിലിട്ട് കോട്ട് ചെയ്ത് ഒന്ന് കുടഞ്ഞ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ കഴിച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. മയോണൈസ് മുക്കി നല്ല ഫ്ലേവർഫുള്ളാണ്. അകത്ത് നോക്കി നല്ല വെന്തിട്ടുമുണ്ട്, കോട്ടിങ് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.